ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സഞ്ജന. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കടുമാങ്ങയുടെ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കിവിടെ 2 വലിയ മാങ്ങ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പൊക്കെ പുരട്ടി അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ദിവസം ഫുള്ള് മാറ്റി വെച്ചിരുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ രാവിലെ ആണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നമുക്ക് ഉപ്പ് പുരട്ടി വെച്ചാൽ മതിയായിരിക്കും. നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയാണെങ്കിലും ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂണോളം നമ്മുടെ കടുക് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ചധികം വെളുത്തുള്ളിയാണ്. നിങ്ങൾക്ക് വെളുത്തുള്ളി ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താൽ മതിയായിരിക്കും. എനിക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെക്കാം. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3-4 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരിയും നമ്മുടെ എരിവുള്ളത് മിക്സ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം നമ്മുടെ ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചതാണ്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം കായം പൊടിച്ചത്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. എല്ലാം കൂടി ചേർത്ത് നമ്മുടെ എണ്ണയ്ക്കകത്തോട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളെല്ലാം ഒരുപോലെ എണ്ണയിലൊക്കെ മിക്സ് ചെയ്ത് വരണം. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി മാങ്ങയിലേക്ക് കുറച്ചധികം ഉപ്പ് പുരട്ടി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇളക്കാം. കണ്ടോ, നമ്മളുടെ എണ്ണയൊക്കെ നന്നായിട്ട് പൊടിയും ഒക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാങ്ങ അത്യാവശ്യം പുളിയുള്ളതാണ്, എന്നാൽ ഓവർ പുളിയില്ല. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണാണ്. നിങ്ങളുടെ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചുള്ള വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ആ വിനാഗിരി, എണ്ണയും പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറച്ചൊന്ന് പാകമാകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, അതിൽ നിന്ന് വെള്ളമൊക്കെ ഇത് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളത്തോടു കൂടി നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, മാങ്ങയിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. മാങ്ങയിൽ നിന്ന് വെള്ളം, ആ പുളിയും എല്ലാം കൂടി ഇറങ്ങി നല്ല പരുവത്തിന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ചേർത്ത് നമ്മുടെ ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്യണം. എണ്ണയ്ക്കകത്ത് ആ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് വളരെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നല്ലെണ്ണ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്ലാസ് ജാറിൽ വളരെ അധികം കാലം നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.